AFPTയുടെ ഇത് ക്ലാസ്സും ഫിസിക്കലും എല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പം ഇത് കിട്ടാൻ തന്നെ ഇത്. അപ്പം എല്ലാവരോടും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് AFPTയോട്. ഇതുവരെ നന്നായി പോകുന്നു. ട്രെയിനിങ്ങിന്റെ കാരണം മോഹൻ സാർ നന്നായി അവരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, വളരെ നന്നായി ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ ഇത്രയും എത്തിയിരിക്കുന്നത്. AFPT വീണ്ടും ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ കൊട്ടാരക്കര AFPTയിലെ അനുപമ മനോജിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു സന്തോഷ വാർത്തയാണുള്ളത്. അനുപമ മനോജിന് വിമൻ മിലിറ്ററി പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഫിസിക്കലും മെഡിക്കലും പാസ്സായി ഇനി സെലക്ഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്ക് അനുപമയുടെ വീട്ടിലേക്ക് പോകാം. കൺഗ്രാജുലേഷൻസ്. വിമൻ മിലിറ്ററി പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പം AFPTയുടെ എല്ലാവിധ ആശംസകളും. ഇനി നമുക്ക് അനുപമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനു മുമ്പായിട്ട് അനുപമയെ PT ചെയ്യിച്ച നമ്മുടെ ഫിസിക്കൽ ട്രെയിനർ സാറാണ് നിൽക്കുന്നത്. സാറ് AFPTയുടെ ഒരു ഉപഹാരം അനുപമയ്ക്ക് നൽകുകയാണ്. AFPTയുടെ ഭാഗത്തു നിന്നും ഇത്രയും നല്ല ഒരു കുട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും വുമൺ മിലിറ്ററി പോലീസിലേക്ക് ഞങ്ങളുടെ AFPT കൊട്ടാരക്കരയ്ക്ക് ഒരു വിജയത്തിളക്കമായി അനുഭവം മാറിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഈശ്വരനോട് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളുണ്ട്. നല്ല രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ. നല്ലൊരു സോൾജറായിട്ട് വുമൺ മിലിറ്ററി പോലീസിൽ സർവീസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അനുപമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അനുപമയ്ക്ക് എങ്ങനെയാണ് AFPTയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്? എനിക്ക് AFPTയിൽ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ വന്ന് ചേരാൻ താല്പര്യമുണ്ടോന്നും പറഞ്ഞിട്ട് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. അങ്ങനെ അവിടെ വന്നു. അപ്പം ഞാൻ അതിന് മുമ്പ് വേറെടുത്ത് പോകാൻ വേണ്ടി ഇതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു മനസ്സ് വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇതിന് അഞ്ചൽ വെച്ചായിരുന്നു. ഞാൻ അങ്ങനെ അഞ്ചൽ വന്ന് ഇതിന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊട്ടാരക്കര AFPTയിൽ വന്നു തുടങ്ങി. ആദ്യം ഒരു മാസം ഞാൻ പോയില്ല. അത് എനിക്ക് എക്സാം സമയമൊക്കെ ആയിരുന്നു, അതൊന്നും പോയില്ല. 2ാമത്തെ മാസം തൊട്ട് അവധി സമയമായപ്പോ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്കുള്ള അവധി സമയമായപ്പോഴാണ് പോയി തുടങ്ങിയത്. അങ്ങനെ പോയി. ആദ്യം പാടായിരുന്നു. ഫസ്റ്റ് ഞാൻ ട്രെയിനിങ് പാടായിരുന്നു. ഞാൻ സ്പോർട്സിനൊക്കെ ഉള്ളത് കൊണ്ട് എന്നാലും ഭയങ്കര പാടൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ മോഹൻ സാറ് ആണ് ഞങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നത്. മോഹൻ സാർ നല്ല രീതിക്ക് കുറെ നമ്മുടെ ഫിസിക്കലും എല്ലാം നല്ലപോലെ ചെയ്യിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ എന്റെ ഫസ്റ്റ് ട്രൈ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എനിക്ക് ഡൽഹി വെച്ചായിരുന്നു ഇതിന്റെ എക്സാം. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ട്രെയിനിങ് ചെയ്തു. ട്രെയിനിങ്ങിന് മോഹൻ സാറ് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു കുറെ നാൾ. അങ്ങനെ മോഹൻ സാറ് എന്നെ ഒരു നവംബർ ആയപ്പോഴാണ് ഞാൻ പോയി തുടങ്ങിയത്. ഇപ്പം +2 ആയതുകൊണ്ട് ക്ലാസ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പോയി തുടങ്ങിയില്ലായിരുന്നു. അങ്ങനെ ഈ നവംബർ ഈ 2 മാസം കൊണ്ട് സാറ് എന്നെ കൊണ്ട് നല്ല രീതിക്ക് ചെയ്യിപ്പിച്ചു. ഇതിന്റെ എല്ലാം എനിക്ക് ലോങ് ജമ്പ് പറ്റുന്നില്ലായിരുന്നു. സാർ എന്നെ കൊണ്ട് അത് കുറെ പ്രാവശ്യം ചെയ്യിപ്പിച്ചു. പോന്നതിന്റെ തലേന്ന് വരെ എനിക്കത് ശരിയാവുന്നില്ലായിരുന്നു. എന്നിട്ടും സാറ് പറ്റും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കയറി പോക്കോളും, നീ ധൈര്യം തന്ന് നമ്മളെ പറഞ്ഞു വിട്ടു. അതേപോലെ അക്കാഡമിക് ക്ലാസ് ആണെങ്കിലും ഞാൻ ആകെപ്പാട് അക്കാഡമിക് ക്ലാസ്സിന് കയറിയത് അവിടെ വന്നിട്ടുള്ള ക്ലാസ്സേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ അക്കാഡമിക് ക്ലാസ്സും
ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. അവിടുത്തെ ക്ലാസ്, പിന്നെ മോഹൻ സാറിന്റെ ട്രെയിനിങ്, ഇതെല്ലാം കൊണ്ട് എനിക്ക് കിട്ടിയ. മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് AFPT-ലെ മോള് ജോയിൻ ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ഇത്രയും നാളത്തെ AFPT-ലെ അനുഭവം മോള് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വിവരിക്കാമോ? ഞങ്ങക്ക് രാവിലെ 6 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് അവിടെ 7 മണിക്ക് തന്നെ സാറ് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടിപ്പോയി 7:10. അത് കഴിയുമ്പോഴത്തേക്ക് സാറ് ട്രെയിനിങ് തുടങ്ങും. ഒരു 9:45 വരെ സാറ് ട്രെയിനിങ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് നമ്മള് ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിൽ വെച്ചാണ് അക്കാഡമിക് ക്ലാസ്. അക്കാഡമിക് ക്ലാസ്സിലാണെങ്കിലും എല്ലാ ദിവസവും ക്ലാസ് മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ക്ലാസ് ഉള്ള ദിവസങ്ങളിലെല്ലാം അവിടെ ടെസ്റ്റ് പേപ്പറും അപ്പൊ തന്നെ ടെസ്റ്റ് പേപ്പറും അതുകൊണ്ട് പിള്ളേരെല്ലാം ആ സമയത്ത് തന്നെ പഠിക്കും. ഞാനാണെങ്കിലും ആ സമയത്ത് തന്നെ പഠിച്ച് പോകുന്നത് കൊണ്ട് എല്ലാം നല്ലപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പം AFPT-യുടെ ഇത് ക്ലാസ്സും ഫിസിക്കലും എല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പം ഇത് കിട്ടാൻ തന്നെ ഇത്. അപ്പം എല്ലാവരോടും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് AFPT-യോട്, സാറിനോട്, ടീച്ചറിനോട്, എല്ലാവരോടും. അപ്പൊ മോള് ഡിഫൻസിലേക്ക് ഒരു ജോലി മോളുടെ കുഞ്ഞുനാളത്തെ ആഗ്രഹമായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? കുഞ്ഞിലോട്ടുള്ള ആഗ്രഹമായിരുന്നു ഡിഫൻസിലേക്ക് ഒരു ജോലി. അപ്പൊ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളോട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? AFPT-യിലേക്ക് വരാൻ പറയും, അല്ലാതെ വേറൊരു ഓപ്ഷൻ നോക്കുന്നില്ല ഇല്ലെന്നാണ് മോള് പറയുന്നത്. കാരണം അവിടുത്തെ ട്രെയിനിങ് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. സോ എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് കിട്ടി. അപ്പം ഡിഫൻസിലോട്ട് ആഗ്രഹിക്കുന്ന ആരോടാണെങ്കിലും ഞാൻ അവിടെ വന്ന് ചേർന്ന് അവിടുത്തെ അക്കാഡമിക് ക്ലാസ്സും അല്ലാതെ ഫിസിക്കൽ ട്രെയിനിങ് ആണെങ്കിലും കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാം ചെയ്ത് അവരെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ കയറി പോകാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അത് ഞാൻ മാത്രമല്ല, നേരത്തെ പോയ എത്രയോ പേര്, ലിജിൻ, സൂരജ്, അവരെയൊക്കെ തന്നെ ഉദാഹരണമായി. ഇപ്പം പുണ്യ, ആത്മീയ, അപ്പം എല്ലാരും കുറെ പേര് എനിക്ക് അറിയാവുന്ന തന്നെയാണ് ഈ കുറെ പേര് ഞങ്ങൾ ചെന്നിട്ടുള്ളവരാ. അപ്പം ആ സമയം കൊണ്ട് അവരെല്ലാം കയറിപ്പോയി. അതേപോലെ നമുക്കും പറ്റും. എല്ലാരും വരിക, അഡ്മിഷൻ എടുക്കുക, അവരെ ഫോളോ ചെയ്യുക. AFPT-യുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് പോവാണെങ്കിൽ ഉറപ്പായിട്ടും കയറി പോകാൻ പറ്റും. ഇനി അനുപമയുടെ ഈ വിജയ തിളക്കത്തിന്റെ സന്തോഷം നമുക്ക് അമ്മയുമായി പങ്കുവയ്ക്കാം. അമ്മയുടെ പേരെന്താണ്? പ്രിയ. ഓക്കെ. എന്താണ് അനുപമയുടെ ഈ വിജയത്തെ പറ്റി അമ്മയ്ക്ക് പറയാനുള്ളത്? എനിക്ക് പറയാൻ വളരെ സന്തോഷം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾക്ക് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷം. ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. മോന് അനുപമയുടെ അനിയനാണ്. എന്താ മോന്റെ പേര്? അനുരാഗ് മനോജ്. എന്ത് ചെയ്യുന്നു? +1 പഠിക്കുന്നു. ഓക്കെ. അത് അപ്പൂപ്പൻ. ഓക്കെ. ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ ഒരാളെ കൂടി കാണാനുണ്ട്, അനുപമയുടെ അച്ഛൻ. അനുപമയുടെ അച്ഛൻ എവിടെയാണ് മോളെ? അച്ഛൻ കുവൈറ്റിലാണ് ജോലി. അവിടെ കമ്പനി ജോലിയാണ്, ഇലക്ട്രീഷ്യനായിട്ടാണ് ജോലി. മോന് എങ്ങനെയാണ് ചേച്ചിയുടെ ഈ ഒരു ജോലിയിലുള്ള സന്തോഷം മോൻ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഓക്കെ. അപ്പൂപ്പൻ എന്ത് പറയുന്നു? സന്തോഷം. അപ്പം ഈ വീട്ടിലെ എല്ലാവരും അനുപമയുടെ ഈ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് AFPT-യില് അനുപമയെ കൊണ്ട് ചേർത്തത്? അവള് സ്കൂളിൽ നിന്നാണ് AFPT അവിടെ ആളുകൾ വന്നപ്പോ അവിടെ നിന്നാണ് അവള് അവിടേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഫസ്റ്റ് പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാമെങ്കിൽ പിന്നെ അവൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവള് ഫുൾ A+ വാങ്ങി. അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്തു. ഇതുവരെ നന്നായി പോകുന്നു. ട്രെയിനിങ്ങിന്റെ കാരണം മോഹൻ സാർ നന്നായി അവരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. വളരെ നന്നായി ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ ഇത്രയും എത്തിയിരിക്കുന്നത്. ഓട്ടത്തിനൊക്കെ വളരെ എക്സലന്റ് ആയിട്ട് അവൾക്ക് എത്താൻ പറ്റി. ഓക്കെ. അപ്പോൾ അമ്മയും പറയുന്നത് AFPT-യിലുള്ള കൃത്യമായ ട്രെയിനിങ് കൊണ്ടാണ് അനുപമയ്ക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ AFPT-യും വളരെയധികം അഭിമാനിക്കുന്നു. മോനിപ്പോ പറഞ്ഞല്ലോ മോൻ +1 പഠിക്കുകയാണെന്ന്. മോനും ചേച്ചിയുടെ ഈ പാത തന്നെ പിന്തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് അവിടെ ചേരണമെന്നുണ്ട്. താല്പര്യമുണ്ട്. എയർഫോഴ്സിലേക്കാണോ മോനെ ഏറ്റവും കൂടുതൽ ആഗ്രഹം? ഓക്കെ. അപ്പം ഉടനെ തന്നെ AFPT-യിൽ അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പങ്കെടുക്കുക. അതിനുശേഷം ചേച്ചിയെ പോലെ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരുക. ഓക്കെ.